ദിവസം സ്കൂൾ വിട്ട് വന്ന കുട്ടി വളരെ സന്തോഷത്തോടെ അമ്മയോട് പറയുക, അമ്മ എനിക്ക് രാഹുലിനെയാണ് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയത്, അവനൊരു ടീഷർട്ട് വാങ്ങിക്കൊടുക്കാമല്ലേ ഗിഫ്റ്റായിട്ട്. അപ്പം അമ്മ ചോദിച്ചു, നിനക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടാനാണ് ഇഷ്ടം? അപ്പോൾ തന്നെ കുട്ടി പറഞ്ഞു, ഹോട്ട് വീൽസ്. അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനും എന്തെങ്കിലും കളിക്കണ സാധനം ആയിരിക്കില്ലേ ഇഷ്ടം. കുട്ടി ഒന്നും പറഞ്ഞില്ല. അമ്മ വീണ്ടും പറഞ്ഞു, ഇനി കുറച്ച് ദിവസം ഒന്ന് അവനോട് സംസാരിക്കുക, അവൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ചോദിക്കുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഒരാഴ്ച കഴിഞ്ഞ് അവൻ വന്ന് പറഞ്ഞു, അമ്മ അവൻ നന്നായിട്ട് പടം വരയ്ക്കും, നമുക്കവന് നല്ലൊരു ഡ്രോയിങ് കിറ്റ് വാങ്ങിക്കൊടുക്കാം അല്ലേ. ഇവിടെ അമ്മ ചെയ്യാൻ ശ്രമിച്ചത് 2 കാര്യങ്ങളാണ്: സെൽഫ് അനാലിസിസും ഡീപ്പ് ലിസണിങ് ആൻഡ് ഒബ്സർവേഷൻ. ആദ്യം ആ കുട്ടി ഒരു പാരൻറ്റിനെ പോലെ ചിന്തിച്ചു. പിന്നീട് തൻ്റെ ലെവലിലോട്ട് ഇറങ്ങി താൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവനെ ആഴത്തിൽ കേൾക്കാൻ ശ്രമിച്ചു. ഈ മനസ്സിലാക്കപ്പെടുമ്പോഴുള്ള സന്തോഷം അതൊത്തിരി വലുതാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ബേസിസ് തന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ എന്നെ എത്ര ആഴത്തിൽ അറിയുന്നോ അത്രയും എനിക്ക് മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് എംപതിയുടെ തുടക്കം. പരസ്പരം മനസ്സിലാക്കി കൈമാറുന്ന സമ്മാനങ്ങൾക്ക് എപ്പോഴും മനോഹാരിത കൂടുതലായിരിക്കും. താങ്ക് യു.